ഇന്ന് നമുക്കൊരു ചിക്കൻ കുറുമ ഉണ്ടാക്കിയാലോ. അപ്പോൾ വായോ റെസിപ്പി നോക്കാം. അതിനാദ്യം ഒരു വലിയ ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും ഇതേപോലെ അരിഞ്ഞ് വെള്ളം ഒഴിച്ച് കുക്കറിലൊന്ന് വിസിലടുപ്പിച്ചെടുക്കാം. അതായി വരുന്ന നേരം കൊണ്ട് നമുക്ക് കുറുമയ്ക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി തേങ്ങയിലേക്ക് കുറച്ച് ടൈം കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ച് അതൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഗ്രാമ്പൂ പട്ട ഏലക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു തക്കാളീൻ്റെ ഒരു അരമുറി മാത്രം എടുത്ത് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. കൂടെ ഞാനൊരു പച്ചമുളകും കൂടി ഇടുന്നുണ്ട്. നമുക്കിതിന് ശേഷം ഒന്നുകൂടി പച്ചമുളക് ഇടാണ്ട് എന്നിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അതൊന്ന് വഴണ്ടി വരുന്ന ടൈമിൽ നമുക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. അതിനുശേഷം 2 പച്ചമുളക് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടിയും ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഈ 2 പൊടികളല്ലാതെ വേറൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ഇട്ട് നല്ലപോലെ ഇളക്കി മൂടി വെച്ച് വേവിക്കുക. ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്ത് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും തൂവി കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മേലെ അരിഞ്ഞ് വെച്ച കുറച്ച് മല്ലിച്ചപ്പും അതേപോലെ കറിവേപ്പിൻ്റെ ഇലയും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും അണ്ടിപ്പരിപ്പും തൂമിച്ചത് അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് നൽകും കേട്ടോ. അപ്പോൾ നമ്മളെ കുറുമ റെഡി. ഇത് ചപ്പാത്തിക്കും ബ്രെഡിനും പൊറാട്ടക്കും ചോറിനും എല്ലാം ആപ്റ്റായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കരുത്. ബായ്.